നേരാൻ അപ്പോഴും അരുൺ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ബി.ജെ.പി. കോട്ടകളിലെ വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ട്. അങ്ങനെ തിരുവനന്തപുരവും അതാണ് തിരുവനന്തപുരത്ത് സിറ്റിയിലെ തിരുവനന്തപുരം നഗരം ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴക്കൂട്ടത്തെ ചില ബൂത്തുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകാനുണ്ട് എന്ന് കൂടി ചേർത്ത് വായിക്കണം. നേമത്ത് ചില ബൂത്തുകളിൽ ബൂത്ത് പൂർത്തിയാകാനുണ്ട്, ചില ബൂത്തുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുണ്ട്. പക്ഷെ അപ്പോഴും പാറശാല, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മേഖലകൾ ബി.ജെ.പിക്ക് അങ്ങനെ കടന്നു കയറാൻ പറ്റുന്ന പ്രദേശമാണ്. അവിടെയാണ് അരുൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെ പന്ന്യൻ രവീന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത. അവിടെ പന്ന്യൻ രവീന്ദ്രൻ വളരെ കൃത്യമായി തന്നെ വോട്ടുകൾ പിടിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല, എന്തും സംഭവിക്കും. അല്പം മുൻതൂക്കം ചന്ദ്രശേഖരനുണ്ട്, രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്നതാണ് അരുൺ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ലീഡ് കുറെ അധികം സമയമായി തുടരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി കാര്യം നടക്കുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പയിൻ തിരുവനന്തപുരം നിവാസികളുടെ ഹൃദയത്തിൽ തട്ടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആറ്റിങ്ങലിൽ ബി ജോയ് വീണ്ടും മുന്നിൽ 346 വോട്ടുകൾക്ക് ബി ജോയ് ആറ്റിങ്ങലിൽ മുന്നിൽ കയറുകയാണ്. ആറ്റിങ്ങലിൽ ബി ജോയ് വീണ്ടും മുന്നിൽ 346 വോട്ടുകൾക്ക് ബി ജോയ്. അവിടെ ആര് ജയിച്ചാലും ഭൂരിപക്ഷം നാമമാത്രമായിരിക്കും. അതാണ് പ്രധാനം. കാരണം അത്രത്തോളം വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു. വി മുരളീധരൻ തൊട്ടുപുറകെ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും 1% മാത്രം വോട്ടിന്റെ വ്യത്യാസത്തിൽ വി മുരളീധരൻ അവിടെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നു. ചേർത്ത് വായിക്കണം, ആറ്റിങ്ങലിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. 246 ജയിക്കണമെന്നായിരിക്കും ഓരോ ഇടതുപക്ഷക്കാരും ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നത്. രണ്ടിടത്ത് ബി.ജെ.പി. മുന്നിട്ട് നിൽക്കുമ്പോൾ ഒന്നായി അത് സ്ക്രീനിൽ പോലും കാണുന്നത് സഹിക്കില്ല അവർക്ക്. അപ്പോൾ ആ കുറഞ്ഞ വോട്ടുകൾക്കെങ്കിലും ബി ജോയിയുടെ ജയം ആഗ്രഹിക്കുന്നു ഇടതുപക്ഷം എന്നതാണ് എന്തായാലും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ അയൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തിരുവനന്തപുരവും ആറ്റിങ്ങലും അങ്ങനെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന സാഹചര്യം. ഈ 2 മണ്ഡലവും ഇപ്പോഴും പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ആറ്റിങ്ങലാണ് ഏറ്റവും കൗതുകം. UDF LDF സ്ഥാനാർത്ഥികൾ ഓരോ നിമിഷവും അവരുടെ ലീഡുകൾ പരസ്പരം മാറ്റിക്കൊണ്ടിരിക്കുന്ന, അതും 1000-ൽ താഴെ. ഒരുപക്ഷെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആര് ജയിച്ചാലും അത് വളരെ ചെറിയ മാർജിനിൽ, ഒരുപക്ഷെ 1000-ന് താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് എങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ രേണുക പറഞ്ഞതുപോലെ ഒരു 2020 ക്രിക്കറ്റ് മത്സരത്തിന്റെ അത്രയും ആവേശത്തിൽ ആണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർണയത്തിലൂടെ കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് LDF-നെ സംബന്ധിച്ച് ഇത്ര ശക്തമായ ഒരു മത്സരം അവിടെ നടത്താനും ഈ ഒരു പ്രതീക്ഷയെങ്കിലും നിലനിർത്താനും സഹായിക്കുന്നതെന്നാണ് ബി.ജെ.പിയുടെ മുന്നേറ്റം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ബി.ജെ.പി. നടത്തുന്ന വലിയ മുന്നേറ്റം. തിരുവനന്തപുരത്ത് ലീഡ് നിലയിൽ 11,000 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ. ആറ്റിങ്ങലിൽ വി മുരളീധരനാകട്ടെ ഈ 2 സ്ഥാനാർത്ഥികളെക്കാൾ ഏതാണ്ട് 1% മാത്രം വോട്ട് കുറവിലാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ചേർത്ത് വായിക്കണം. ശോഭാ സുരേന്ദ്രൻ നേടിയ 2,90,000 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വലിയ പോരാട്ടം ഇവിടെ വി മുരളീധരൻ നടത്തുന്നു. അതാണ് ഇത്ര വലിയ സമാനതകളില്ലാത്ത കൃത്യമാകേണ്ടതുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഈ മുരളീധരന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇരുഭാഗത്തു നിന്നും വോട്ടുകൾ അടർന്നു മാറിയിട്ടുണ്ടാകണം. ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും വോട്ടുകൾ അടർന്നു മാറിയിട്ടുണ്ടാകണം എന്ന് വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ. അല്ല എങ്കിൽ ഒരിക്കലും വി മുരളീധരൻ 734 വോട്ടുകൾ കടൂർ പ്രകാശ് മുന്നിൽ. പ്രകാശ് മുന്നിൽ വാശിയേറിയ മത്സരം, ശക്തമായ മത്സരം നടക്കുന്നു. 734 വോട്ടുകൾക്ക് വീണ്ടും അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മുന്നിൽ. എന്ത് സംഭവിക്കും ആറ്റിങ്ങലിൽ? എന്താകും ആറ്റിങ്ങലിന്റെ ഫലം? കാത്തിരുന്നു കാണേണ്ടി വരും. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആറ്റിങ്ങലിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചിത്രം ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അവിടെ ആര് ജയിക്കും, ആര് തോൽക്കും? അഭിലാഷ്, വീണ്ടും 2-16-2 എന്ന് നമ്മുടെ സ്ക്രീൻ മാറുകയാണ്. LDF-ന് 2, രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. 17,000 വോട്ടുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. ലീഡ് നില വർദ്ധിക്കുന്നു, വീണ്ടും വർദ്ധിക്കുന്നു. ലീഡ് നില 17,000.
17,000-ത്തിലേക്ക് വീണ്ടും ലീഡ് നില ഉയരുകയാണ്. ഒരുപക്ഷെ UDF കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് പോലെ ഘട്ടം ഘട്ടമായി ഇനി UDFന്റെ നില ഉയരുകയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നില താഴുകയും ചെയ്യുക. അങ്ങനെ ഒരു വിജയമാണ് ഈ മണിക്കൂറുകളിലും ഈ നിമിഷങ്ങളിലും UDF സ്വപ്നം കാണുന്നത്. തൃശ്ശൂരിന് ശേഷം തിരുവനന്തപുരത്തും താമര വിരിയുമോ? തൃശ്ശൂരിന് ശേഷം തിരുവനന്തപുരത്തും താമര വിരിയുമോ? കാത്തിരുന്ന് കാണണം. അതിനുള്ള എല്ലാ സൂചകങ്ങളും ഇപ്പോൾ ഈ ഫലസൂചനയുമായി ബന്ധപ്പെട്ട് നൽകുന്നു. വിശ്വപൗരന് തിരുവനന്തപുരത്തെ ജനത തിരിച്ചടി നൽകുകയാണോ? വീണ്ടും 11,000 അഭിലാഷ. വീണ്ടും 11,000-ത്തിലേക്ക് ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം. അപ്പോഴും 10,000-ന് മുകളിലെ ഭൂരിപക്ഷം നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖരനാകുന്നു. അത് BJPക്ക് പ്രതീക്ഷ നൽകുന്നു. BJPയുടെ ആ ഭൂരിപക്ഷം ഇനി ശശി തരൂരിന് മറികടക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും 2 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ ഇപ്പോഴും പിടികൊടുക്കാത്ത മണ്ഡലങ്ങളായി തുടരുന്നു. അത് ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ്. ആറ്റിങ്ങലിൽ ആണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ ഗ്രാഫ് മാറിമറിയുമോ എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. അപ്പോഴും BJP ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ഇത്തവണയും കാഴ്ചവെക്കുന്നു. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എക്കാലവും കൃത്യമായ വോട്ട് വിഹിതമുള്ള മണ്ഡലം ആണ് തിരുവനന്തപുരം എന്നത്. പലപ്പോഴും മറ്റ് ഇടങ്ങളിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കാലങ്ങളിൽ പോലും BJPക്ക് കൃത്യമായ ഒരു വോട്ട് 721 വോട്ടുകൾക്ക് മുന്നിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ലീഡ് നില 64,000 കടന്നു. അടൂർ പ്രകാശ് 721 വോട്ടുകൾക്ക് മുന്നിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം കാര്യമായി വർദ്ധിക്കുന്നില്ല, ലീഡ് നില വർദ്ധിക്കുന്നില്ല. പക്ഷെ അപ്പോഴും മാറി മറിയുകയാണ് ലീഡ് നില. തൃശ്ശൂർ BJPക്ക് തന്നെ കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ആണ്. തൃശ്ശൂര് ഇത്തവണ സുരേഷ് ഗോപി എടുത്തുകൊള്ളൂ എന്ന് LDFും UDFും ഏതാണ്ട് സമ്മതിച്ച സാഹചര്യമാണുള്ളത്. അതിനോടൊപ്പം തിരുവനന്തപുരവും എടുക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടത്. 10,000-ന് മുകളിൽ ലീഡ് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് തുടരുക തന്നെയാണ്. അരുണിലേക്കൊന്ന് പോകണം, വളരെ പെട്ടെന്ന് അരുണിലേക്കൊന്ന് പോകണം. അരുണിനെ വളരെ പെട്ടെന്ന് PCL കണക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് ഈ ഫലസൂചനകളിൽ ആകാംക്ഷ നിറയ്ക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ ആകാംക്ഷ നിറയ്ക്കുന്നത്. അരുൺ പറഞ്ഞോളൂ, തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് 11,950 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. അദ്ദേഹത്തിന് ലീഡ് നേരത്തെ ഉള്ളവർ ഉയർത്തിപ്പോകാനാകുന്നില്ല. അത് ഇനി എണ്ണാനുള്ള മണ്ഡലങ്ങളുടെ പ്രത്യേകതയാണ്. അത് എത്രത്തോളം അവിടെ UDFന് പിടിച്ചു നിൽക്കാനാകും. തിരുവനന്തപുരം മണ്ഡലം ഉൾപ്പെടെ എണ്ണാനുണ്ടെങ്കിലും ഒരു 3 ലക്ഷത്തോളം വോട്ടുകൾ ഇനി എണ്ണാനുണ്ട്. ഇതിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ മേഖലകൾ UDFനാണ് കുറച്ചുകൂടി അനുകൂല മേഖല. പ്രത്യേകിച്ച് നഗരമേഖലകളിൽ വോട്ട് എണ്ണാനുണ്ട്. വട്ടിയൂർക്കാവിലും പാറ്റൂരും കുന്നുകുഴിയും പോലുള്ള മേഖലകളാണ്. ഈ വട്ടിയൂർക്കാവും പോലെയുള്ള നഗര കേന്ദ്രീകൃത മേഖലകളിൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളല്ലേ? വട്ടിയൂർക്കാവിൽ BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ പ്രധാനമായും വട്ടിയൂർക്കാവ്, പേരൂക്കട, അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈ കുന്നുകുഴി, കണ്ണമ്മൂല ആ ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ BJPക്ക് സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ കുറച്ചുകൂടി ശക്തി കോൺഗ്രസിനുള്ള മേഖലകളാണ്. LDFനും അവിടെ കാര്യമായ വോട്ട് ലഭിക്കാവുന്ന മേഖലകളാണ്. ആരുടെ ഒരു സംശയം കൂടി, ഈ നേമം മേഖലയിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞോ? ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്ക് പ്രകാരം നേമത്ത് ഇനിയും നമ്മൾ ലഭിച്ച ഔദ്യോഗിക കണക്കല്ല, അവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നേമത്ത് 12 റൗണ്ടാണ് എണ്ണാനുള്ളത്. 5 റൗണ്ടാണ് ഔദ്യോഗികമായി പൂർത്തിയായി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനിയും 7 റൗണ്ടോളം അവിടെ എണ്ണാനുണ്ട്. പാറശാലയിൽ 7 റൗണ്ട് ബാക്കിയുണ്ട്. കോവളത്ത് 7 റൗണ്ട് ബാക്കിയുണ്ട്. നെയ്യാറ്റിൻകരയിൽ 5 റൗണ്ട് ബാക്കിയുണ്ട്. കഴക്കൂട്ടത്ത് 6 റൗണ്ട് ബാക്കിയുണ്ട്. വട്ടിയൂർക്കാവിലും അതുപോലെ 6 റൗണ്ട് ചാൻസ്. ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല, എന്തും സംഭവിക്കാം തിരുവനന്തപുരത്ത് എന്ന സാഹചര്യമാണ് VV അരുൺ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരവും ആറ്റിങ്ങലുമായി നമ്മളുടെ ശ്രദ്ധ ചുരുങ്ങുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാൻ 2-16-2 എന്ന നിലയിലാണ് ഇപ്പോൾ നില. 16 UDF, 2 LDF, BJP 2. അരുൺ ടെലിഫോൺ ലൈനിലുണ്ടോ? ആറ്റിങ്ങൽ എന്താണ് സംഭവിക്കുന്നത്? ആറ്റിങ്ങൽ വീണ്ടും ലീഡ് കുറഞ്ഞു. അടൂർ പ്രകാശ് ലീഡ് 686 കുറഞ്ഞു. ഇപ്പോൾ 1,46,981 വോട്ടാണ് അടൂർ പ്രകാശ്. തൃശ്ശൂരിലെ വിജയാഘോഷമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നിരിക്കുന്നു കേരളത്തിൽ. അവിടെ തൃശ്ശൂരിൽ BJP പ്രവർത്തകർ ആഹ്ലാദം തുടങ്ങിയിരിക്കുന്നു.
രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി BJP കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തൃശൂർ സ്വദേശി കൂടിയായ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഇപ്പോഴും കേരളം അന്യമാണ് എന്ന് പറയുന്നവർക്ക് തൃശൂരിലൂടെ മറുപടി നൽകുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് O രാജഗോപാലിലൂടെ താമര വിരിയിച്ചതാണ് എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരംഗത്തെ പോലും അയക്കാൻ